തവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. നീ എങ്ങനെ മെത്തേക്കാണ് കാണുന്നത്? എടുത്തു ഒരറ്റത്തൊന്നും തുടങ്ങാം. ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നീ എത്രയെന്ന് എടുത്തു? എണ്ണിയാണോടാ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എണ്ണാൻ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് മാടാ. വാ വാ വാ. കുറെ നേരം നീ എന്തിനാ കൊച്ചിട്ടുണ്ടോ? മോഷ്ടിച്ചു വെച്ചിട്ട് പോലീസ് എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ അയ്യപ്പോ ശരണം വിളിക്കാൻ. അയ്യപ്പോ സ്വാമി, അയ്യപ്പോ സ്വാമി, അയ്യപ്പോ സ്വാമി, സ്വാമി അയ്യപ്പോ, അയ്യപ്പോ സ്വാമി, അയ്യപ്പോ സ്വാമി. ഇവരിനി എപ്പ നടന്ന് മല കയറാനല്ലേ? എന്റെ ചീട്ടുകളി ഭഗവതി റാണി കൺമണി നിന്റെ കിണറ് കൊണ്ട് കുഴഞ്ഞു. മോനെ ആകമത്തെത്രയാടാ? അത് കണ്ടാലറിയാം. ഈ പല്ല് പോയ സിംഹത്തിനും തൊപ്പി പോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത്. എല്ലാരും എല്ലാരും അങ്ങോട്ടാണ്. ഞാൻ ഇങ്ങോട്ട് ഓടിയാണ്. അവരെവിടെ പോയടാ? ഓടി ഊപ്പാട് വന്നു. അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റല് പോരി കളിക്കുന്നു. പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നു? മാഡത്തിന് കണ്ടൂടെ ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ പോലീസിനെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടാണോടോ മെറ്റൽ കോരുന്നേ? മന്ദബുദ്ധി. തുറക്കണോ? യെസ്, കം ഇൻ. ഹായ് ശോഭ. ഹായ്. യെസ്, പറയൂ. രാകേഷ് ഷൈറ്റ്. അതായത് തുണിക്കടവ് പാലത്തിന് അടുത്തുള്ള ഏക്കർ കണക്കിന് തരിശു ഭൂമിയാണ് ആ കാണുന്നത്. ഇതിന്റെ ഒരു ഡീലിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. തുണിക്കടവ് പാലത്തിനടുത്ത് എയർപോർട്ട് വരുന്നൊരു വൈഡ് പബ്ലിസിറ്റി കൊടുക്കണം. കൂടാതെ 2 മിനിസ്റ്റർമാർ കൂടി മന്ത്രിസഭയിൽ അത് പ്രഖ്യാപിക്കുകയും വേണം. അതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് ഗ്രഡ്ജുള്ള പലരും അല്ലാണ്ട് കൈക്കലാക്കാൻ കടിപിടി ഓടും അല്ലേ? സിമ്പിൾ ഐഡിയ. CI മാഡത്തിന്റെയും കമ്മീഷണറുടെ ഒക്കെ ഹെൽപ്പ് യഥാസമയം കിട്ടിയ സംഗതി ക്ലീൻ. SP സാറിന് സുന്ദരമായൊരു ട്രീറ്റ് കൊടുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേഗം ഡ്രസ് എടുത്തിട്ടോടി വേണേ. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് നിന്റെ പഠിപ്പ് ഏറ്റെടുത്തോളാമെന്ന് സമ്മതിച്ച പട്ടേസ്വാമിയോട് ഞാൻ പറഞ്ഞോളാം. പോരെ? MBBS നിനക്കിനി ഫ്രീ ആയിട്ട് പഠിക്കാവൂടി. നിനക്ക് എപ്പോഴാ എന്നെ കാണണമെന്ന് വെച്ചാ അപ്പൊ വിളിച്ചാ മതി. ഇപ്പൊ പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം. ഞാൻ താഴെ റിസപ്ഷനിലുണ്ടാവും.
പെട്ടുപോയി. ഉടനെ എന്തെങ്കിലും ചെയ്യണം. സർ, ഞാൻ വേണ്ടതുപോലെ ചെയ്യും. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ കാമുകൻ എന്നെ ചതിച്ചു. ഈ ലോകത്തിൽ അവനാണ് ഏറ്റവും വലിയ സ്വത്തെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അവന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. എന്റെ ആത്മഹത്യ അവനിൽ മാനസാന്തരം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നയന. ഹലോ ഹലോ ഹലോ. പോലീസുകാരാ പോയെ. ഈ പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടമല്ലേടാ. എന്ത് കാമുകിയെ വഞ്ചിച്ച കാമുകനെ കണ്ടുപിടിക്കണം. പിന്നെ നമ്മളെ പോലുള്ള കള്ളന്മാരെ കണ്ടുപിടിക്കണം. പിന്നെ അതൊന്നും പോരാതിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവിടെ പോയി കാവല് നിൽക്കണം. അതും ഒറ്റയ്ക്ക്. അതെ, നീ എവിടെ നിർത്തിക്ക്. നമ്മുടെ കഞ്ഞൂട് പൊട്ടിക്കാൻ പറ്റില്ല ഇവര് ഈ തലങ്ങും വലങ്ങും പായണത്. നമുക്ക് മോഷ്ടിക്കാതിരിക്കാൻ പറ്റൂല്ലോ. നീങ്ങ വന്നേ. ഇത് ഏത് വണ്ടിയുടെ കിടക്കുന്നത്? അത് കാറ് കണ്ടറിഞ്ഞൂടായോ? അല്ല, ഈ വണ്ടി തന്നെ ഇവിടെ പാർക്കിയിരിക്കുന്നത്. എടാ, അത് ഇടിച്ചു കിടക്ക, ബോണറ്റൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടില്ലേ? നീങ്ങ വന്നേ. നമസ്കാരം. ഇതെങ്ങനെ അടിച്ചാ സാറേ ഈ വണ്ടി? ഇടിച്ചതല്ല, ബ്രേക്ക് ഡൗൺ ചെയ്താ. സാറിന് അങ്ങനെ തന്നെ വേണം. ചെമിണ്ടാര. അങ്ങനെയാണെങ്കിൽ വെള്ളാനകളുടെ സിനിമയിൽ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ചെറിയ സാധനം എടുത്തേ ഇപ്പൊ ശരിയാക്കിത്തരാ. അപ്പൊ താമരശ്ശേരി ചുരത്തിന് ഇവിടെ പോകൂടെ? സാറ് സ്പാൻഡർ ഒന്നും വേണ്ട, സാറ് കയറിയിരിക്കും, ഞങ്ങള് തള്ളി തരാം. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. എന്തോടാ ഇത്? കേടായ കാറ് കൈ അടക്കി വെച്ചു അല്ലേ? നീ മനസ്സി സാറേ, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ തള്ളുന്ന മാഡത്തിനൊന്ന് പുറത്തേക്ക് ഇറക്കാവോ? ഓക്കെ റിയ പ്ലീസ്. ഇതെങ്ങനെ ശരിക്കും കേടായ? നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങളൊരു പാർട്ടിക്ക് പോകുന്ന വഴിയാ. അതല്ലേ, ആ എന്നാ ഒരു കാര്യം തൊഴിച്ചെടുത്തോ കേട്ടോ. എടാ മൈമുണ്ണി, അത് ആൽബം നടിയല്ലേടാ? അതെ, ആൽബം നടി. വണ്ടി കേടായി കിടക്കുമ്പോ ആൽബം നടി ഒന്നുമല്ല, വന്ന് തള്ളു കൊച്ചേ. പതുക്കെ വന്നാ മതി. ആൽബം നടി പോലും, ആൽബം നടി. പതുക്കെ പതുക്കെ തള്ള, മതി. തള്ള. അയ്യോ, വാടാ. പതുക്കെ. നീ എവിടെ എന്നെ എവിടെയാടാ? ആ, അവര് തള്ള, തള്ള. തള്ളി തള്ളിക്കോ തള്ളിക്കോ. ആ, തള്ള, തള്ള. കുട്ടി പതുക്കെ തള്ളിയാ മതി. ശരീരം മുഷിയല്ലേ? വണ്ടി സ്റ്റാർട്ടായി. കേറിക്കോ കേറിക്കോ കേറിക്കോ. താങ്ക് യു ഒന്നും വേണ്ടായിരുന്നു. വണ്ടി ഇപ്പഴേ സ്റ്റാർട്ട് ആവണ്ടായിരുന്നു. കേറിക്കോ. വണ്ടി പോട്ടെ. കാണാനൊരു സുമാറില്ലായിരുന്നെങ്കിൽ നടിയല്ലയോ? നോക്കി അങ്ങ് നിന്നു പോയി. ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും എടുക്കാൻ പറ്റിയില്ല. അവര് തിരിച്ചു വരോടാ. എന്താടാ? പിന്നെ ഇത് നീ കൊണ്ട കൊടുക്കുവോ? എന്റെ പൊന്നളിയാ, പൊന്നാടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്നാ നിന്റെ മൊബൈല്. എടാ മണ്ണുണ്ണി. ചിക്കാഗോ, ഒബാമ, ബറാക് ഒബാമ, ബറാക് ഒബാമ, ബറാക് ഒബാമ, ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിക്കാൻ ഡൽഹിയിലെത്തുന്നു. ഇയാളെത്ര ഇന്ത്യ സന്ദർശിക്കാൻ ഡൽഹിയിലെത്തുന്നേ? ഇന്ത്യയിലെത്തിയാ പോരെ? ആന്റണി പല്ലൻ വധിക്കപ്പെട്ടു. ഇന്നലെ കൈതാരമുക്കിനടുത്തുള്ള ബീച്ച് റോഡിൽ വെച്ചാണ് ദാരുണമായ ഈ വധം നടന്നിരിക്കുന്നത്. മരിച്ചത് പ്രമുഖ വ്യവസായിയും പല്ലൻസ് ഗ്രൂപ്പ് ഉടമയുമായ ആന്റണി പല്ലനാണെന്ന് തിരിച്ചറിഞ്ഞു. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. റിപ്പോർട്ടിലെ ആന്റണി പല്ലന്റെയും നയനയുടെയും ഘാതകരെ അറസ്റ്റ് ചെയ്യുമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പൗരസമിതി അംഗങ്ങൾ സത്യാഗ്രഹം വരുന്നത്. കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട MLA സദാശിവനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഹാപ്പി ലൈഫ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന വെട്ട്, കുത്ത്, കൊല, ഗുണ്ട മാഫിയ അക്രമങ്ങൾ എന്നീ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ തഴച്ചുവളരുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ ശങ്കരനാരായണൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വനിതാ പ്രവർത്തക ശ്രീമതി ആനി ബിൻസെന്റ്, വൈദ്യശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നന്ദകുമാർ, ക്രിമിനൽ ലോയർ ഡോക്ടർ ഫാത്തിമ ബീഗം, നമസ്കാരം. ബഹുമാനപ്പെട്ട കമ്മീഷണർ, ഇവരോടൊപ്പം ഈ നാട്ടിലെ വനിതാ പ്രവർത്തകരും
സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നയന എന്ന പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൾ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയായി എന്ന് കേട്ടിരുന്നു. നയന എന്ന പെൺകുട്ടിയുടെ കാര്യത്തിൽ കത്തുമായി ബന്ധപ്പെട്ട് ആ കാമുകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സർ, ആന്റണി പല്ലൻ വധക്കേസിന്റെ പിന്നിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. അതൊക്കെ രാഷ്ട്രീയ സ്റ്റണ്ടല്ലേ? നിങ്ങൾക്കറിയില്ലേ, ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നത് ഇവിടെ പല മാധ്യമങ്ങൾക്കും കണ്ടുകൂടാ. സ്ത്രീകളുടെ എന്തു പ്രശ്നത്തിലും അവസാന വാക്കായ ആനി ബിൻസെന്റ് മാഡം, ഇവിടത്തെ ചർച്ച ഒരു നാലാംകട നാടകത്തിന്റെ അന്ത്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നാടകം പാലി ആർക്ക് മൂക്കുഷ്ണിച്ചാലും ഉൾപ്പനി വന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പണം, പെണ്ണ്, മദ്യം, ഇതിനു പുറകെ നെട്ടോട്ട് ഓടുന്ന ഉദ്യോഗ പ്രമാണികൾ, ഇവരെയൊക്കെ ഇവിടെ പറയുന്ന കേസന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തി ഒരു വനിതാ SP-യുടെ കീഴിൽ സ്ത്രീകൾ മാത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥകൾ വന്നാൽ മാത്രമേ ഇവിടത്തെ തെളിയിക്കപ്പെടാത്ത എല്ലാ കേസുകളും തെളിയും. വനിതകളെ, ഈ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രവർത്തിക്കാൻ പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് മാത്രമാണ് വേണ്ടത്. വനിതകളുടെ മാത്രം പോലീസോ? പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ട് പറ്റില്ല? പോലീസിന്റെ അഭ്യാസ മുറകളൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അതിനല്ലേ മിസ്റ്റർ ട്രെയിനിങ്, അഭ്യാസമുറകൾ പഠിച്ചിട്ടല്ലേ വനിതകൾ പോലീസ് ആകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയാൽ ചർച്ച ഒരിടത്തും എത്തില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതെ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം, ഒരു വനിതാ SP-യുടെ കീഴിൽ വനിതാ മാതൃകാ പോലീസ് സ്റ്റേഷൻ. യെസ് ഓർ നോ? നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം. ഉത്തരങ്ങൾ അയക്കാം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് UPP സ്പേസ് യെസ് ഓർ നോ. സ്വർണ്ണച്ചേനയുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.